ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കിഡ്സ് ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഞാൻ ക്ലീനിങ് ചെയ്ത് തീർത്തത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ക്ലീനിങ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങിയാലോ. അപ്പോൾ ദാ ഈ കാണുന്നത് കിഡ്സ് റൂമിലെ കബേർഡിൻ്റെ മുകൾ വശമാണ് കേട്ടോ. അപ്പോൾ കുറേ ബുക്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം ഞാൻ കബേർഡിൻ്റെ മുകളിലോട്ട് ഏതോ ഒരു ദിവസം ഇതുപോലെ ഒരുപാട് ബുക്സ് ക്ലീൻ ചെയ്തപ്പോൾ അതിനെ മുകളിലോട്ട് അങ്ങ് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അടിയിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് ബുക്സ് ഇട്ടത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് ആ ബുക്കിലൊക്കെ നല്ലപോലെ പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പെൻഡിങ് ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കബേർഡിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ എനിക്ക് എത്തത്തില്ല. ഇതുപോലെ ഞാൻ മോനെ കൊണ്ട് തന്നെയാണ് ഈ ബുക്സൊക്കെ ഇതിന് മുന്നേ അവിടെ ആക്കിയത് എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം കുറച്ച് മുന്നേ ആയിരുന്നു. അപ്പോൾ ഈ വിഷ്വൽ എടുത്തേക്കുന്നതും അവൻ ആ കബേർഡിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഈ ഒരു ടാസ്ക് കാരണം നല്ല പോലെ പൊടി വന്നിട്ടുണ്ട് കിഡ്സ് റൂമിൽ. അപ്പോൾ ഇത് നമ്മൾ നീറ്റാക്കാതെ എന്തായാലും അവിടുത്തെ പൊടി നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഈ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചൊന്ന് ഫ്രീ ആവുന്നൊരു സമയമാണ് 5 മണി തൊട്ട് 6 മണി വരെ. ആ ഒരു സമയത്തൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ്ങിന് സെലക്ട് ചെയ്യാറ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇനി ബാക്കിയുള്ള വീടിൻ്റെ ക്ലീനിങ്ങും ഇതുപോലെ ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബുക്സൊക്കെ മുകളിൽ നിന്ന് ഇതുപോലൊരു കാർഡ് ബോർഡിലോട്ട് അവൻ പയ്യെ താഴോട്ട് ഇടുമായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി താഴോട്ട് ഇറങ്ങാൻ ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ മാനേജ് ചെയ്ത് അങ്ങനെ ബുക്സ് എല്ലാം താഴോട്ടാക്കി. അങ്ങനെ കബോർഡിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ താഴെ ഈ ഒരു ബോക്സിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് നല്ല പണിയാണ്. അതായത് ഈ ബുക്സൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് മാറ്റണം. കുറച്ചധികം ബുക്സും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടാസ്ക് പെൻഡിങ് ആക്കി വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പഴയ തുണികളില്ലേ, പഴയ ഡ്രസ്സ്, കോട്ടൺ, ഇങ്ങനെ ഒരുപാട് തുണികൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് പിന്നെ ഞാനത് കഴുകിയെടുക്കുകയൊന്നുമില്ല. ഓരോരോ നല്ല അഴുക്കൊക്കെ ഉള്ളത് നല്ലപോലെ തുടച്ചിട്ട് അഴുക്കുള്ള തുണി അങ്ങ് ഡിസ്കാർഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് മുകളിൽ നിന്നൊരു ബോൾ കിട്ടിയതാണ്. അതിലും നല്ല പൊടിയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ പൊടി തട്ടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയാം പണി പാളുമെന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു മാസ്ക് എടുത്തിട്ടോ, കാരണം നല്ലപോലെ പൊടിയുണ്ട്. അപ്പോൾ കുറേ ബുക്കുകൾ പണ്ട് വായിച്ച ആടുജീവിതം, അങ്ങനെ കുറേ ബുക്സൊക്കെ ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ പഴയ ബുക്സ് വീണ്ടും കാണുന്നത് അപ്പോൾ പണ്ട് വായിച്ച ഓർമ്മകളൊക്കെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ ഉള്ളൊരു പ്രശ്നമാണ് ബുക്സ് കളയാൻ, ഡീക്ലട്ടർ ചെയ്യാനും ഭയങ്കര മടിയാണ്. ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വീണ്ടും വായിക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ബുക്ക് ഷെൽഫും ഇല്ല. ബുക്സ് ആണെങ്കിൽ നല്ലപോലെ വാങ്ങിക്കൂട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ബുക്സ് വാങ്ങുന്നത് കുറവാണ്. ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ എടുക്കുകയാണ് ചെയ്യുക. ഞാനാണെങ്കിലും എനിക്ക് വായിക്കാനുള്ളത് ഞാൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഈ സെൽഫ് ഹെൽപ്പ് ബുക്സൊക്കെ നമ്മൾ വീണ്ടും വായിക്കുമല്ലോ. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് എടുത്താലും നമുക്ക് പിന്നെ തിരിച്ചു കൊടുത്താൽ ചിലപ്പോൾ വീണ്ടും എനിക്ക് വായിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് കൃഷി എങ്ങനെ നമ്മൾ കൃഷി നന്നായിട്ട് ചെയ്യാം അതിനെക്കുറിച്ചുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തു വെച്ചേക്കാണ്. എപ്പോഴും ഇങ്ങനെ ഓരോരോ ബുക്കുകൾ കാണുമ്പോൾ ഇതിനെന്തെങ്കിലും യൂസ് വരുമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വയ്ക്കും. ഞാനത് നോക്കി കൃഷിയൊന്നും ചെയ്യാറില്ല. അതുപോലെ ഒരുപാട് നമ്മുടെ കയ്യിലുള്ളൊരു ബുക്കാണ് ജെഫ്രി ആർച്ചർ. ഒരു പണ്ട് നമ്മുടെ കോളേജ് ടൈമിലൊക്കെ തൊട്ട് വായിച്ചു തുടങ്ങിയതാണ്. അപ്പം ആ ഓതറിൻ്റെ ബുക്സ്
ഒരുവിധപ്പെട്ട എല്ലാ ബുക്സും തന്നെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മിക്കവാറും കുറേ ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു ബുക്ക് കിഡ്സിനൊക്കെ പറ്റുന്ന ഒരു ബുക്കാണ് കേട്ടോ. അതൊരു വലിയ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ചെറിയ രീതിയിൽ ഇല്ലസ്ട്രേഷൻ മോഡലിൽ ഹിസ്റ്ററി പറയുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു 10 ആൾക്കാരുടെ, എനിക്ക് തോന്നുന്നു നീൽ ആംസ്ട്രോങ്, പിന്നെ മഹാത്മാഗാന്ധി, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ഹിസ്റ്ററി പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ വായിക്കാൻ കൊടുത്താൽ നല്ലതാണല്ലോ. അങ്ങനെയുള്ള ബുക്സ് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ആ ഒരു ഐഡിയയിൽ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം എടുത്തു. എല്ലാ ബുക്സും നമ്മളിങ്ങനെ ഒരുവിധം പൊടിയൊക്കെ തട്ടി തന്നെ എടുക്കണ്ടേ. പിന്നെ നമ്മളത് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അത് അങ്ങ് ഫിനിഷ് ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരുവിധം അങ്ങ് ഫിനിഷാക്കി. അപ്പോൾ ഇനി ഈ ബുക്സൊക്കെ എടുത്തു വെക്കണ്ടേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തൽക്കാലം അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മോന് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബുക്കായിരുന്നു കേട്ടോ പണ്ട്. അതുപോലെ ഇത് മോൾക്ക് പണ്ട് ചെറുപ്പത്തിൽ വാങ്ങിച്ചൊരു ബുക്കാണ്, ബ്രൂണോ ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാൻ അതുപോലെ അവരുടെ ക്യാരക്ടർ ബിൽഡിംഗ് ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ് കേട്ടോ. ടോയ് ഷോപ്പിൽ ഒരു കുട്ടി ലോസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, അപ്പം ആനിമൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മിക്കവാറും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ടൈമിൽ ഇത് തുടക്കം വന്ന ബുക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡെയിലി ബേസിസിൽ മോൾക്ക് അത് ഞാൻ വായിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. പിക്ചേഴ്സൊക്കെ കണ്ടുകൊണ്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനല്ലേ അവർക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ആ ഒരു ബോക്സ് നിറച്ച് ബുക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ബോക്സ് എടുത്തു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ബോക്സാണ് കേട്ടോ. നമുക്കിതുപോലെ കുറേ ഐറ്റംസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് നല്ലൊരു സ്റ്റേഡി ആയിട്ടുള്ളൊരു ബോക്സാണ്. പണ്ട് ഒരു ആമസോൺ ഹോൾ ചെയ്തപ്പം മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ഓർമ്മയുണ്ടാവും. നല്ലൊരു ബോക്സാണ്. എൻ്റെ കയ്യിൽ ശരിക്കും 4 എണ്ണം ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഒരെണ്ണം ഞാൻ ഫ്രീ ആക്കി എടുത്തിട്ട് ഇതിനകത്ത് ബുക്സ് സ്റ്റോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിഡ്സിനൊക്കെ പറ്റിയ ബുക്സിൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞത്. അത് ഇതിൽ കണ്ടോ, അലക്സാണ്ടർ, അതുപോലെ മഹാത്മാഗാന്ധി, ലിയനാർഡോ ഡാവിൻസി, പിന്നെ റൈറ്റ് ബ്രദേഴ്സ്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി കുട്ടികൾക്ക് ലളിതമായ ഇല്ലസ്ട്രേഷനോടുകൂടി വായിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പം ഒരിടയ്ക്ക് മോനിത് നല്ലപോലെ വായിച്ചിരുന്നു. ഇപ്പം ഞാൻ എടുത്തു വെച്ചു. ചിലപ്പോൾ ഇനിയിപ്പം വീണ്ടും നമ്മൾ ഈ ടോയ് റൊട്ടേഷനൊക്കെ ചെയ്യുന്ന പോലെ ബുക്ക് റൊട്ടേഷൻ ചെയ്ത് ഇടയ്ക്ക് എടുത്ത് വെച്ചാൽ അവരെടുത്ത് വായിക്കുന്ന കാണാം. അതുകൊണ്ട് തന്നെ എനിക്കിത് വായിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയാനും തോന്നാറില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് വായിക്കാൻ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെച്ചേക്കാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ബുക്സ് ഡീക്ലട്ടർ ചെയ്യാൻ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അതുകൊണ്ട് തന്നെ ബുക്സിൻ്റെ ഒരു ക്ലട്ടറാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലപോലെ ബുക്സ് ഉണ്ട് വീട്ടിൽ. പിന്നെ ഒരുവിധം ബുക്സൊക്കെ നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സിലും പിന്നെ ബാഗിലുമൊക്കെ ആയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പറയാനില്ലല്ലോ, താഴെ നല്ല പൊടിയുണ്ട്. അതുപോലെ ബെഡ്ഷീറ്റും എന്തായാലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ സമയം ഒത്തിരി ആയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിക്കുകയാണ്.
കുറച്ച് സമയം എടുത്താലും ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് പെൻഡിങ് ആയിട്ട് ഉള്ളൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ റൂമിൽ പൊതുവേ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കൊതുകും ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങിയപ്പോൾ ഡീപ്പ് ക്ലീനിങ് മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പം അന്ന് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും അന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. കുറച്ചാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബുക്സ് മാത്രമല്ലേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ, എങ്കിലും ആ അത്രയും ഭാഗം ക്ലീൻ ചെയ്തപ്പോഴത്തേനും അത്രയും ഒരു സമാധാനം നമുക്ക് തോന്നി കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചിടണം. അതും കൂടി കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി ഇനി എന്തായാലും അടുത്ത ദിവസവും ഞാൻ ക്ലീനിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടിയേ ഉള്ളൂ, ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ വേഗം തന്നെ ആ റൂമിലെ ബെഡ്ഷീറ്റും ചേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാൽ അന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ബെഡ്ഷീറ്റും ഇതാ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കിഡ്സ് റൂം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ പെൻഡിങ്ങൊക്കെ എടുപ്പുണ്ടെങ്കിൽ ഓടിപ്പോയി ക്ലീൻ ചെയ്യാനൊരു മോട്ടിവേഷനായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.